ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ വി മീറിനും കൂടെ വീണ്ടും ഒന്നേർന്ന് കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ വി തിരിച്ചു വരുന്നതിന് മുമ്പേ നോനെ ആ കമ്പനിയുടെ ബോസാക്കി മാറ്റാൻ വേണ്ടി അമ്മയും കുറെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയ കുറെ പേരെ വിളിച്ച് അമ്മ അവർക്ക് വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് അവർ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലേഡി മാത്രം അത് വാങ്ങിക്കാതെ ആരാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അത് വി ആയാലും നോൺ ആയാലും അവരുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യത്തുള്ളെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അമ്മയും ചിരിച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. മോളെ, നീ എന്റെ മോനെ മാത്രം ബോസാകാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ ജോലിക്ക് അവിടെ ഉറപ്പാണത്തില്ല. ഒരു പക്ഷേ നിന്നെ വി ജോലി നിന്ന് പുറത്താക്കിയാൽ പോലും പിന്നെ നിന്റെ കുടുംബത്തിന് നോക്കാൻ പൈസ കാണത്തില്ല. നിനക്കൊരു മോനും ഒരു കൊച്ചു മോളും അല്ല. എനിക്കൊന്നും അറിയത്തില്ലെന്നാണ് വിചാരിച്ച. നിന്നെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം. നിന്നെ ജോലി നിന്ന് പുറത്താക്കിയാൽ പോലും ഞാൻ നിനക്ക് പൈസ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നീ എന്റെ മകന് വോട്ട് ചെയ്താൽ മാത്രം. പിന്നെ എന്താ പറയുന്നത്? എന്നിട്ട് അമ്മയും ചിരിച്ചോണ്ട ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോഴാണ് അവരും പേടിച്ചിട്ട് നോണിനെ തന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറയും. അതേപോലെ തന്നെ നോണും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വിളിച്ചു വരുത്തി അവനിന്ന് എങ്ങനെ ഈ കമ്പനിയെ വളർത്തിക്കൊണ്ട് പോകാൻ പോകുന്നതെന്ന് അവന്റെ ടാലന്റ് തെളിയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം നോണിനോട് വിശ്വാസം തോന്നും. അതേസമയം ഇതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബോസായി നമ്മുടെ വിയും മേറിൽ നിന്ന് അവന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ വന്നോടെ അവനും പെട്ടെന്ന് ഓടിച്ചെന്ന് ഡോർ തുറന്ന് അവൾ ഹഗ് ചെയ്യും. മെറിൻ, നീ വരാൻ എന്തോ ഇത്രയും താമസിച്ച? എന്നിട്ട് അവന്റെ സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അവനെ പിടിച്ച് മാറ്റിയിട്ട് വി, എനിക്ക് ശ്വാസം വിടാൻ വയ്യ, ഒന്ന് മാറിയിരിക്കുക. ഞാനിപ്പോ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വന്നേ. ഞാനിപ്പം ബിഗ്നോയെ കണ്ടിട്ട് വന്നേ ഉള്ളു. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും ബിഗ്നോയെ കണ്ടെന്നോ? അവരെന്തോ നിന്നോട് പറഞ്ഞ വല്ല പ്രശ്നമുണ്ടോ? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും പ്രശ്നമൊന്നുമില്ല. നിനക്ക് വർക്കിന്റെ കാര്യത്തിലോ അല്ല നിന്റെ അമ്മയുടെ കാര്യത്തിലോ എന്തെങ്കിലും സഹായം ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എന്നോട് പറഞ്ഞയച്ച്. അതിന്റെ കൂടെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം മറക്കല്ലെന്ന്. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എങ്കിൽ പിന്നെ ഞാൻ ഒന്നും കൂടെ നിന്നെ ഹഗ് ചെയ്തോട്ടെ, നിന്നെ പിടിച്ച് മാറ്റിയിട്ട്. എന്നിട്ട് അവൻ അവളെ ഹഗ് ചെയ്തോണ്ട് അകത്തോട്ട് വിളിച്ചോണ്ട് പോകും. അതിനെ ശിവരും ബിസിനസ്സുകാരായിട്ട് കുറെ ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ രാത്രി വരെ മീറിനും അവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളും ചോദിക്കുന്നത് വി, നിനക്ക് നിന്റെ കസിനോട് സ്നേഹമല്ല എങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനൊക്കെ അവസാനം എവിടെ പോയി നിൽക്കും? എനിക്ക് അതോർത്താലെ പേടിയായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻ മൊത്തത്തിൽ പൊട്ടിപ്പോകത്തില്ല. എന്നിട്ട് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും മെറിൻ നോണിന്റെ കസിന്, അവന്റെ സന്തോഷം എനിക്ക് വലുത്. പക്ഷെ ഈ കമ്പനിക്ക് വേണ്ടി അവൻ നിന്നെയോ എന്റെ അമ്മയോ ഉപദ്രവിക്കാൻ നോക്കുകയാണ്, അത് ഞാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കത്തില്ല. എനിക്ക് വേണ്ടത് എന്റെ പഴയ കസിൻ നോണിനെ. അവൻ ആരാന്ന് അവൻ തന്നെ മറന്നു. ഇപ്പം എനിക്ക് അവന്റെ കൂടെ ഒന്നും കൂടെ ആദ്യം തൊട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ കാണുന്നത് അവൻ തന്നെയല്ല. അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഞാൻ കമ്പനിയിലെ ബോസായിട്ട് തന്നെ മാറാൻ പോവുക. ഒരു പക്ഷേ ആന്റി നോണെ ബോസാക്കി മാറ്റിയ പിന്നെ അവരെന്നെയൊക്കെ മറന്നു. ഇനിയിപ്പോ ഞാൻ ജയിച്ച് ബോസ് ആകുവാണെങ്കിൽ ഞാൻ അവരൊരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അവരെന്റെ ഫാമിലി ആയിട്ട് തന്നെ നോക്കും. അതിനുശേഷമെങ്കിലും അവരുടെ മനസ്സ് മാറുമെന്ന് നോക്കട്ടെ. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അവള് സന്തോഷത്തി, ഓ വി, നീ ഇത്രയൊക്കെ ആലോചിക്കുന്നു. എന്റെ ബോയ് ഫ്രണ്ടിനെ പോലെ ആർക്കും ആലോചിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവൾ അവനെ പിടിച്ച് കിസ് ചെയ്യും. അതിനെ ശിവരണ്ടും കൂടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം വീണ്ടും അവന്റെ അമ്മ എല്ലാ കാര്യം മറന്നു പോകുമ്പോൾ വി അവനെ വിളിച്ചോണ്ട് ഒരു പണ്ടുപോയ സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവനൊരു സൈഡ് അവന്റെ അമ്മയെ കുറിച്ച് വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം നോണിന്റെ തലയ്ക്കകത്ത് ഫുള്ളും അവന്റെ അപ്പൂപ്പൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓരോന്നായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അവൻ എപ്പോഴും വീടെ കൂടെ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇത് കേട്ട് അവനെ കട്ടകലിപ്പായി പെട്ടെന്ന് അവന്റെ അപ്പൂപ്പന് മെസ്സേജ് ഇടും, ഗ്രാൻഡ് പാ, ഇന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, രാവിലെ 11 മണിക്ക് കമ്പനിയിലോട്ടൊന്ന് വരണേ, നിങ്ങൾ അത്യാവശ്യമായിട്ട് അവിടെ കാണണം. എന്നിട്ട് അവനും ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തിട്ട് അവന്റെ സെക്രട്ടറി വിളിച്ച് മീറ്റിംഗ് ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെ മാറ്റാൻ പറയും. അപ്പോഴാണ് അവിടേക്ക് അമ്മയും വന്നിട്ട് മോനെ നോൺ, നീ ഒന്നും വിഷമിക്കണ്ട, ഞാൻ കുറെ പാർട്ട്നേഴ്സിനെ നമ്മുടെ പക്കലാക്കിയിട്ടുണ്ട്, അവരൊക്കെ മീറ്റിംഗ് വെച്ച് നിന്നെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അമ്മ പറയുമ്പോഴാണ് അവനും അമ്മേ, എന്റെ സൈഡും ഫുൾ ക്ലിയറാ, ഞാനും കുറെ പേരെ എനിക്ക് സപ്പോർട്ടിന് വിളിച്ചിട്ടുണ്ട്, ഇനി ആ വി മാത്രം കറക്റ്റ് സമയത്ത് അവിടെ എത്തിയാൽ മതി. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അമ്മയും എന്തോ വിയോ, അവനൊന്നും വിളിക്കണ്ട, അവൻ വന്നാൽ മൊത്തത്തിൽ സീനാ, അവൻ ഒരിക്കലും ഈ മീറ്റിംഗ് വരല്ലേ, അതിനുള്ള പണിയൊക്കെ ഞാൻ നോക്കണം, നീ മീറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യും, അടുത്ത ബോസ് നീയാ. എന്നിട്ട് ഇവ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം നോണിന്റെ അമ്മയുടെ അസിസ്റ്റന്റും മീറിനെ ഫോളോ ചെയ്ത് പോകും. അങ്ങനെ അവനും കുറെ സമയമായിട്ട് മീറിനെ ഫോളോ ചെയ്യുമ്പോഴാണ് അവൾക്ക് ഇത് പിടികിട്ടി അവിടെ രണ്ടുപേരെ വിളിച്ച് അവനെ പേടിപ്പിക്കും. എന്തോടാ, നിന്നെ ഫോളോ ചെയ്യണോ? ഞാൻ ഇപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് പോലീസിനോട് പറയാൻ പോവാ. എന്നിട്ട് അവള് പേടിപ്പിച്ചോടെ അവനും പേടിച്ചിട്ട് അല്ല, ഞാൻ വേറെ ഒരാളെ അന്വേഷിച്ചെന്ന്. എന്നിട്ട് അവൻ ഐസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അതിനേശം അവളും ഇവർക്ക് താങ്ക്സ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവനും കാര്യം അറിഞ്ഞ ദേഷ്യത്തി, മീറിൻ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന്, ഇപ്പൊ കണ്ടോ നിന്നെ ആരാണ്ട് ഫോളോ ചെയ്ത്, ഇനി അവൻ നിന്നെ കാണാൻ താറാവ് പോലെ ഉള്ളതുകൊണ്ട് നിന്നെ പൊക്കി എടുത്തോണ്ട് ഫ്രൈ ചെയ്ത് അയച്ച നീ എന്ത് ചെയ്യും? നീ അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ വിളിക്കണമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന്റെ 2 നല്ല മനുഷ്യരോടെ ഉണ്ടായിരുന്നു. ഇനി തൊട്ട് നിന്റെ സേഫ്റ്റിക്ക് ഞാൻ നിനക്ക് പെപ്പർ സ്പ്രേയും വിസിലും എല്ലാം വാങ്ങിച്ചു തരാൻ പോവാ, അതെപ്പോഴും നിന്റെ ബാഗിൽ തന്നെ വെച്ചോണം. നീ ആളെ കണ്ടായിരുന്നോ? എന്നിട്ട് ഇവന്റെ ദേഷ്യം തീർക്കുമ്പോഴാണ് അവൾ അവന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നത്. ഇതോടെ അവനും ദേഷ്യം വന്നിട്ട് ഫോട്ടോ ഉണ്ടായിരുന്നോ, എന്നിട്ടാണ് ഇത്ര സമയം സംസാരിക്കാൻ ചോദിച്ചത്? ആദ്യമേ നിന്റെ അടുത്ത് ഫോട്ടോ അല്ലേ കാണിക്കണ്ട, അതിന് നീ ആദ്യം ഒന്നും മിണ്ടായിരിക്കണ്ട. ഞാൻ വന്ന് കാര്യം പറഞ്ഞപ്പോ തൊട്ടേ നീ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുക, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എവിടെ നിന്ന് സംസാരിക്കാൻ? നീ മറ്റേ കിളവന്മാരൊക്കെ സംസാരിക്കത്തില്ലേ, അതേപോലെ സംസാരിക്കണം. എന്നിട്ട് അവൾ പറഞ്ഞ ഉടനെ അവനത് കൊണ്ടിട്ട് മെറിൻ, നീ ഇങ്ങനെ ദേഷ്യം സംസാരിക്കാതെ, നിന്നെ കാണാൻ കൊള്ളത്തില്ല. എന്നിട്ട് അവനും പറയുമ്പോൾ അവളും തിരിച്ച് ദേഷ്യപ്പെടുമ്പോഴാണ് പെട്ടെന്ന് അവനും അവളെ പിടിച്ച് ഹഗ് ചെയ്തിട്ട് മെറിൻ, നിനക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിന്നെ ഓർത്ത് ഞാൻ എത്ര പേടിച്ചെന്നറിയോ? നീ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ നിന്നെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വന്നേ. ഇനി നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യല്, നിന്നെ ഫോളോ ചെയ്ത് ആരാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും വി, എന്നെ ഫോളോ ചെയ്യുന്ന ആരായിരിക്കും? ഇതേപോലെ നിന്റെ അമ്മയും ഒരാൾ ഫോളോ ചെയ്തായിരുന്നു, ഒരുപക്ഷെ ഇവരൊക്കെ നിന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ച ആൾക്കാരാണോ? എന്നിട്ട് ഇവളെ ചോദിക്കുമ്പോഴാണ് അവന് ചെറിയ ഡൗട്ട് വരും, ഇതിന്റെ എല്ലാം പുറകെ നോണിന്റെ ഫാമിലി ആയിരിക്കും എന്ന്. അതോടെ അവനത് ഹേട്ടായിട്ട് മെറിൻ, എന്റെ അമ്മയുടെ കാര്യം എല്ലാവരും അറിയുകയാണെങ്കിൽ അത് മൊത്തത്തിൽ
മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. പിന്നെ എന്റെ അമ്മയുടെ ലൈഫിന് സുരക്ഷ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ തിരിച്ച് കമ്പനിയിലേക്ക് പോവാ. ഇനി ഞാൻ കാരണം എന്റെ അമ്മയെ ആര് ഫോളോ ചെയ്യണ്ട. എന്നിന് അവനും പറഞ്ഞ് നടക്കുമ്പോഴാണ് ഇവളും പുറകെ ചെന്ന് നമ്മൾ ഇതുവരെ പ്ലാൻ ഒന്നും റെഡിയാക്കില്ലല്ലോ. എന്നിന് അവള് തടഞ്ഞെത്താൻ നോക്കുമ്പോഴാണ് അവനും ദേഷ്യത്തി മീറിൻ, ഇനി ഞാൻ ഇവിടെ ഒളിഞ്ഞിരിക്കുവാണ്, നിനക്കും എന്റെ അമ്മയ്ക്കും ഒരു സുരക്ഷയും കാണത്തില്ല. അവരുടെയൊക്കെ ടാർഗറ്റ് മിക്കവാറും ആ കമ്പനിയിലെ ബോസ് ആകാനായിരിക്കും. അതിനുവേണ്ടി നിന്നെയൊക്കെ ഫോളോ ചെയ്യുന്നത്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, എങ്കിൽ പിന്നെ ഞാനും നിന്റെ കൂടെ വരാം. നോൺ അറിയണം ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. കൂടാതെ നിന്റെ അസുഖം മാറിയ കാര്യമൊന്നും ആരോടിപ്പം പറയണ്ട. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ഓക്കെ അതും കറക്റ്റാ. തൽക്കാലം നമ്മുടെ അടുത്ത് ഒരു പ്ലാൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകാം. എന്നിന് അവനും കമ്പനിയിലേക്ക് വരാൻ വേണ്ടി റെഡിയാകും. അതേസമയം ഇവിടേക്ക് വന്നു പോരുതെന്ന് പറഞ്ഞ് നോൺ അവിടെ മീറ്റിംഗിന് വരുന്നവരെല്ലാം ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ വരുന്നവരൊക്കെ അടുത്ത് ബോസ് ആകാൻ വേണ്ടി നോണിന് തന്നെ വോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറി പോകും. ഇതൊക്കെ ഓർത്ത് അവന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ടാനിയം വരുന്നത്. നോൺ എന്തായി, എല്ലാവരും എത്തിയോ? ടാനിയ, അകത്തുള്ള 90% ആൾക്കാരും നമ്മുടെ ടീമാണ്. ബാക്കി 10% നമുക്ക് വോട്ട് ചെയ്യാത്ത പോലെ ചുമ്മാ ആക്ട് ചെയ്യും. പക്ഷെ അവരുടെ വോട്ട് നമുക്ക് തന്നെ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത പോലെ ആകത്തില്ല. നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ലല്ലോ, കാരണം എമൗണ്ട് കുറച്ച് കൂടുതലാണ്. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, നോൺ എനിക്കതിലൊന്നും ഒരു സീനും ഇല്ല. നീ ബോസ് ആകുവാണെ ഞാൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ആ വിയെ പുറത്താക്കുന്നില്ല നമ്മുടെ മെയിൻ പ്ലാൻ. എങ്കിൽ പിന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. എന്നിട്ട് ഇവരുടെ അകത്തേക്ക് കയറി പോകും. അങ്ങനെ എല്ലാം റെഡിയായി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് അവിടേക്ക് അപ്പൂപ്പനും നോൺ എന്തിനും ഇപ്പൊ വിളിച്ചെടുത്തെന്നറിയാതെ ദേഷ്യത്തെ അകത്തേക്ക് കയറി വരും. അപ്പോഴാണ് അവനും അപ്പൂപ്പനെ കണ്ട് കൂളായിട്ട് അവൻ ചാടി നിൽക്കും. ഓക്കെ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക്സ്. ഡയറക്റ്റ് വിഷയത്തിലോട്ട് തന്നെ പോവാം. ഞാൻ ബോസ് എന്ന സ്ഥാനത്ത് നിന്ന് രാജ്യം വെക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു. ആരൊക്കെ എന്റെ പക്കലുണ്ടോ അവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യാം. എന്നിട്ട് ഇവനും പറഞ്ഞോടെ അപ്പൂപ്പനൊഴിച്ച് ബാക്കി എല്ലാവരും കൂടെ സന്തോഷത്തിരിക്കും. കാരണം അവരെല്ലാം നോണിന്റെ സൈഡാണ്. അപ്പോഴാണ് അവിടെ ഒരു ടിസ്റ്റായിട്ട് അകത്തേക്ക് കയറി വരും. സോറി, ഇതിന് ഞാൻ അനുവദിക്കത്തില്ല. എന്നിട്ട് അവനെ കണ്ടതോടെ മൊത്തത്തിൽ എല്ലാവരും ഷോക്കാകും. അപ്പോഴാണ് വിയും അവിടെ വന്നേക്കുന്ന എല്ലാവരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ നോക്കുന്നത്, ആരൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് എല്ലാവരും ഇവൻ വന്നുകൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കും. ഇതോടെ അവനെ പിടികിട്ടി എല്ലാവരും നോണിന് സപ്പോർട്ടാണ്. അപ്പോഴാണ് അപ്പൂപ്പൻ അവനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി എഴുന്നേക്കും. അതോടെ അവനും പറഞ്ഞിട്ട്, ഒരു സെക്കൻഡ് നമുക്കാദ്യം കാര്യത്തിലോട്ട് വരാം. എന്തിനാ ഞാൻ ബോസ് ആകണ്ടെന്ന് നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് അതിന് റീസൺ വേണം. എന്ന് ഇവൻ ചോദിക്കുമ്പോൾ നോണും, റീസൺ അല്ല, നീ ഇവിടെ ബോസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നീ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ വരും പോകും. കൂടാതെ എനിക്ക് ഈ കമ്പനിയിലോട്ട് ഒരു ഇൻട്രസ്റ്റ് പോലും ഇല്ല. ഇത്ര ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ അടുത്ത് ഞങ്ങൾ എങ്ങനെ ഒരു കമ്പനി കൈ കൊടുക്കുന്ന? ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവസ്ഥ എന്താവും പിന്നെ? എന്നിട്ട് അവനും പറയുമ്പോഴാണ് അപ്പൂപ്പനും തിരിച്ചു പറയുന്നത്, നോൺ ഇതൊക്കെ ഒരു റീസൺ ആണോ? ഈ കമ്പനിക്ക് വേണ്ടി എത്ര പ്രോഫിറ്റ് നേടി തന്നിട്ടുള്ളത്? അതൊക്കെ നീ മറന്നുപോയോ? എന്നിട്ട് അപ്പൂപ്പനും ചൂടാകുമ്പോഴാണ് അവനും പറയുന്നത്, ഓ പ്രോഫിറ്റ്, അങ്ങ് ഡയറക്റ്റ് പ്രോഫിറ്റിലേക്ക് വന്നല്ലേ? എങ്കിൽ പിന്നെ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം. എക്സൈറ്റ് ആയിട്ട് പറയാണ്, ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഞാനാ കാരണം. ഇനി എന്റെ അപ്പൂപ്പനല്ലാതെ വേറെ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവിടുന്ന് ഒരാൾ ചാടി എഴുന്നേറ്റ്, മിസ്റ്റർ നോൺ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കാരണം നിങ്ങൾ പറയുന്നത് കറക്റ്റാ. ഒരു പാർട്ട്ണറായിട്ട് ഇതുവരെ ഞങ്ങളോട് നല്ല രീതിക്ക് ഡീൽ ചെയ്തിട്ടില്ല. എപ്പോഴും നിങ്ങളാ വന്ന് എന്റെ അടുത്ത് ഡീൽ ചെയ്യുന്ന. ഒരുപക്ഷെ മിസ്റ്റർ നോൺ മാത്രം എന്റെ അടുത്ത് ഡീല് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എപ്പോഴേ നിങ്ങളെയൊക്കെ റിജക്ട് ചെയ്തേനെ. ഞാനിപ്പോ ഇവിടെ പാർട്ട്ണറായിട്ട് നിൽക്കുവാണ്, അതിന് മിസ്റ്റർ നോണാ കാരണം. എന്നിനെ ഓരോരുത്തരായിട്ട് നോണിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. യെസ്, ഇദ്ദേഹം പറയുന്ന കറക്റ്റാ. ഞങ്ങൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം തന്നെ മിസ്റ്റർ നോണിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡീല് കേട്ടിട്ട്. കൂടാതെ മിസ്റ്റർ വി ബോസ് ആണെങ്കിൽ പോലും ആര് പറയുന്ന ഒന്നും കേൾക്കത്തില്ല. എല്ലാം സ്വന്തമായിട്ട് എടുക്കുന്ന ഡിസിഷന്. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്? കൂടാതെ അന്ന് ഇമ്പോർട്ടന്റ് ആയ പാർട്ടിക്ക് പേഴ്സണൽ ആയിട്ടുള്ള റീസൺ പറഞ്ഞ് വരാതിരുന്നു. ഇതിനെല്ലാവരും വി എതിർക്കുമ്പോഴാണ് ഇതൊക്കെ കേട്ട് നോണിന്റെ അമ്മയെ സന്തോഷിച്ചിരിക്കും. അത് പറഞ്ഞ പോയിന്റ്. ഇതിന് അമ്മയെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ടാനിയെ ചാടി എഴുന്നേറ്റ്, എങ്കിൽ പിന്നെ കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറിന് അടുത്ത ബോസ് ആകാൻ തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അതനുസരിച്ച് ഈ കമ്പനിയിലേക്ക് ഞാനാ കുറെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. എന്റെ ആഗ്രഹം വി ഇവിടെ ബോസ് ആയിട്ട് നിൽക്കുന്നതല്ല. കാരണം എല്ലാവർക്കും അത് എതിർപ്പുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ. സോ എനിക്ക് ഈ മാതിരി വ്യക്തികളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഈ കമ്പനിയിലെ മേജർ ഷെയർ ഹോൾഡർ എന്ന നിലയ്ക്ക് ഞാൻ നോണിനെ കമ്പനിയിലെ ബോസ് ആക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. എന്നിന് അവളും പറഞ്ഞോടെ അവിടെ ഇരിക്കുന്ന എല്ലാവരും നോൺ അടുത്ത് ബോസ് ആകാൻ വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെ ഒരു സൈഡ് ഫുള്ളും നോണിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അമ്മയെ സന്തോഷെത്തി, അച്ഛാ എങ്കിൽ പിന്നെ ഇനി നിങ്ങളുടെ ഡിസിഷൻ എന്തുവാ? എല്ലാവർക്കും വിയെ വേണ്ടെന്ന്. എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് വിയും പെട്ടെന്ന് കൈവക്കിയിട്ട് ഞാനും നോൺ വോട്ട് ചെയ്യുന്നു, എനിക്ക് നോൺ ബോസ് ആയാൽ മതി. എന്നിന് അവൻ പറഞ്ഞോടെ അവിടെ ഇരിക്കുന്ന ഷോക്കാവും. ഇവനെന്ത് പറ്റി? അവൻ തന്നെ ജോലിന്ന് പുറത്താൻ വേണ്ടി വോട്ട് ചെയ്യുന്നു. എന്നിന് അവരൊക്കെ ഒന്നും മനസ്സിലാതിരിക്കും. അപ്പോഴാണ് അവനും, ഞാൻ സത്യമായിട്ടാ പറഞ്ഞത്, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നോണെ ബോസ് ആക്കാനേ വോട്ട് ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് എപ്പോഴാണ് മനസ്സിലായ ഞാൻ എന്തുമാത്രം ഒരു മോശമായിട്ടുള്ള ബോസ് ആയിരുന്നെന്ന്. പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് നോക്കാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് എന്റെ ആപ്പിനെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ലോകത്തിലെ നമ്പർ 1 ഇൻവെസ്റ്ററായ ബിഗ്നോയ് തന്നെ എന്നെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനർത്ഥം ഞാൻ ഇപ്പോഴും പണ്ടത്തെ പോലെയല്ല, ഞാൻ മൊത്തത്തിൽ മാറി. നിങ്ങൾ കാണുന്നത് ഇപ്പൊ എന്റെ പുതിയ വെർഷനാണ്. അതുകൊണ്ട് ബിഗ്നോയ് തന്നെ എന്നോട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്റെ മാറ്റത്തിനെ കുറിച്ച് ഒന്നും കൂടെ ആലോചിക്കണം. ഇനിയൊരു സെക്കൻഡ് ചാൻസ് എനിക്ക് തരുവാണ്, ഞാൻ തീർച്ചയായും തെളിയിക്കും. എന്നിന് ഇവനും പറഞ്ഞോടെ എല്ലാവരും മനസ്സ് പറയാൻ തുടങ്ങും. അപ്പോഴാണ് നോണ് സംസാരിക്കാൻ വരുമ്പം അപ്പൂപ്പനും തടഞ്ഞിട്ട്, എങ്കിൽ പിന്നെ എല്ലാവരും ഒന്നും കൂടെ ആലോചിച്ച് നോക്കത്തുണ്ട്, വിക്ക് ഒരു ചാൻസ് കൊടുത്ത് നോക്കാം. അതുകൊണ്ട് വി നീ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കഴിവെന്തോന്ന് പ്രൂവ് ചെയ്യണം. സോ ഞാൻ വീണ്ടും വിക്ക് തന്നെ വോട്ട് ചെയ്യുക. എന്നിന് അപ്പൂപ്പനും കൈവക്കിയതോടെ ഇതുവരെ വോട്ട് ചെയ്യാത്ത അപ്പുറത്തെ സൈഡെല്ലാം വിക്ക് വോട്ട് ചെയ്യും. അതോടെ അപ്പൂപ്പനും ആ വോട്ട് ചെയ്യാത്തവരൊക്കെ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തെന്ന് ചുമ്മാ ചോദിക്കുമ്പോഴാണ്
അവരും പേടിച്ച് പതിയെ ഇങ്ങനെ കൈപൊക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് നോണിന്റെ അമ്മ ഷോക്കാകും. കാരണം അവരൊക്കെ നോണിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ വന്ന ആൾക്കാരാ. അങ്ങനെ ഇപ്പൊ ടാനിയെ ഒഴിച്ച് ബാക്കി എല്ലാരും കൂടെ വിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇതോടെ അമ്മയും ദേഷ്യത്തി ഒന്ന് നിർത്തിക്ക, നിങ്ങളൊക്കെ ഇത്രയ്ക്കും പോയോ? ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ടാലന്റ് ആയിട്ടുള്ള വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ എല്ലാരും ഇങ്ങനെയല്ലേ അച്ഛാ. ചുമ്മാ സ്വീറ്റ് ആയിട്ട് അങ്ങനെ മാറി ഇങ്ങനെ മാറി എന്നൊക്കെ പറഞ്ഞ് സംസാരത്തിലല്ല എന്റെ മോൻ ഇവിടെ ബോസ് ആകണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത്. അവൻ 10 വർഷമായിട്ട് ഈ കമ്പനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തേക്കുക. അത് ഈ വിയേക്കാളും എത്രയോ പെർസെന്റേജ് അധികം. നിങ്ങൾ അവനെ മൈൻഡ് ചെയ്യാതെ ഞാനിപ്പോ പുതിയ വെർഷന് വന്നേക്കുവന്ന് വി വന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് അവനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോഴാണ് അപ്പൂപ്പൻ ഇതൊക്കെ വീട്ടിൽ വെച്ച് സംസാരിച്ചോളെന്ന് അറിയും. അതോടെ അമ്മയ്ക്കും ദേഷ്യം വന്നിട്ട് വീട്ടിലോ നിങ്ങൾക്ക് പണ്ട് തൊട്ടേ വിയോട് മാത്രമുള്ള സ്നേഹം, നോൺ ഇതുവരെ കഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾ ഓർത്തിട്ട് പോലും ഇല്ല. എപ്പോഴും ചുമ്മാ വാക്കുകളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന വിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതേസമയം എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന നോണിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചുമ്മാ സംസാരിക്കുന്ന ഒരാളെ ബോസാക്കി മാറ്റിയാൽ മതിയോ? എന്റെ മോൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം ഈ കമ്പനിക്ക് വേണ്ടി എന്ന് അമ്മയെ വിഷമിച്ച് സംസാരിക്കുമ്പോഴാണ് നോണിന്റെ സെക്രട്ടറിയും അവനെ സപ്പോർട്ട് ചെയ്യും. മാം പറയുന്ന കറക്റ്റാ, ഞാനിവിടെ ചേർന്നപ്പോ തൊട്ട് മിസ്റ്റർ നോണെ നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് പുറത്ത് കറങ്ങാൻ പോകാൻ പോലും സമയം കാണത്തില്ല. ആ സമയം പോലും ഫുള്ള് വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഈ കമ്പനിയെ ഇത്രയും വളർച്ചയെ കൊണ്ടുവന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്നിന് അവള് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് നോണും അവർക്ക് താങ്ക്സ് പറഞ്ഞിട്ട് അവന് സംസാരിക്കും. അമ്മേ ഇനിയൊന്നും പറയാൻ പോകണ്ട, ഇനി അപ്പൂപ്പൻ എന്തോന്ന് വെച്ചാൽ ചെയ്യട്ട്, എന്തെങ്കിലുമൊക്കെ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയല്ല അപ്പൊ മാത്രം അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരാൾ എന്റെ അടുത്തുനിന്ന് കെഞ്ചും. അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഇവിടെ വർക്ക് ചെയ്യുന്ന ആരാന്ന്. എന്നിന് അവനും ദേഷ്യത്തെ അവിടെ നിന്ന് പോയതോടെ അവന്റെ അമ്മയും ബാക്കി എല്ലാവരും കൂടെ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.